വിശന്നാ? ഇവിടുന്ന് മുട്ടയും പാലും കിട്ടി. മരുന്നൊക്കെ ശരിക്കും കഴിക്കണ്ടല്ലോ. ഞാൻ നേഴ്സിനെ തെറി വിളിച്ചു. ഇന്നും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞു. ദാസ, ഈ സ്വഭാവം ഇനിയെങ്കിലും നിർത്തണമെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ? വയ്യെന്ന് വെച്ച് മെക്കിട്ട് കയറാൻ വന്നാ പിന്നെ? എനിക്കറിയാം ദാസന്റെ പ്രശ്നം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവും. ഇവിടുന്ന് ഭേദമായിട്ട് ഇറങ്ങിയാൽ ദാസൻ പുതിയൊരു ജീവിതം തുടങ്ങണം. അല്ലേലും പഴയ ജീവിതം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരിക്കൽ തോറ്റാ പിന്നെ ചട്ടമ്പികൾക്ക് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പാടാ. തന്നെ തല്ലിപ്പോയതിൽ ഞാൻ വീണ്ടും മാപ്പി ചോദിക്കുന്നു. മാപ്പ ഇപ്പൊ ഒരുപാടായി. ദാസൻ ഏതുവരെ പഠിച്ചു? 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ അമ്മാവനെ തല്ലിയത്. സ്വന്തം അമ്മാവനെയോ? അച്ഛനും അമ്മയും മരിച്ച പിന്നെ ഞങ്ങളുടെ സ്വത്തൊക്കെ അമ്മാവൻ കൈയടക്കിയല്ലോ. അമ്മാവൻ എന്ന് പറയുന്ന ആ നാറിക്കൊണ്ട് എൻ്റെ അത്രയും വരുന്നൊരു മോൻ. അവന് പട്ടുടുപ്പും പൊന്നരഞ്ഞാണു. ഞാൻ കിടക്കുന്നത് നെല്ലുകുത്തുവരയിൽ. സകല പണിയും ചെയ്യണം, അതിൻ്റെ ഇടയിൽ പഠിക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഒരു ദിവസം പുസ്തകം വാങ്ങാൻ കാശ് ചോദിച്ചപ്പോൾ അമ്മാവൻ എന്നോട് പറഞ്ഞു, നിന്റെ അച്ഛൻ സമ്പാദിച്ചൊന്നും ഇവിടെ ഇല്ലടാന്ന്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, തലങ്ങും വിലങ്ങും അടിച്ചു. ആ അടി പിന്നെ തൊഴിലാക്കി. ഇനി ദാസൻ ഒറ്റയ്ക്കല്ല. ദാസനെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഒരാളുണ്ടെന്ന് കരുതിക്കോളൂ. ആരാണത്? ഞാൻ തന്നെ. എനിക്ക് ഒരു സംശയം ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ കളരി പഠിച്ചിട്ടുണ്ടോ? എന്തേ? അല്ല, കളരിക്കാരെ ഇങ്ങനെ നിലം തൊടാതെ അടിക്കുന്നത് കണ്ടിട്ടുള്ളൂ. അടിക്ക് അന്തകനും പറക്കുമെന്ന ചൊല്ല അങ്ങനെ അന്വർത്ഥമായി രമേശൻ നായരെ. ആ ധൂമകേതു ഒഴിഞ്ഞുപോയി. അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് പ്രസിഡന്റ്. സാഹചര്യമാണ് അവനെ വഷളാക്കുന്നത്. ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു പൊങ്ങുതടിയായിരുന്നു കാരക്കൂട്ടിൽ ദാസൻ. ഇനി അവനൊരു ലക്ഷ്യം ഉണ്ടാക്കണം. അത് വേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേക യോഗം വിളിച്ചു കൂട്ടാം. ദാസൻ എങ്ങനെ ലക്ഷ്യമുണ്ടാക്കാവുന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്താം. അത് വേണ്ട പ്രസിഡന്റ്. ചർച്ച തീരുമ്പോഴേക്കും ദാസൻ വീണ്ടും പഴയപടിയാവും. നമ്മുടെ കുളത്തിന്റെ റോഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ. ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു പെട്ടിക്കട ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട. ചർച്ച വേണം. ലോൺ കിട്ടുമെങ്കിൽ ചർച്ചയുടെ കാര്യമില്ലല്ലോ. ബാങ്കിൽ ജാമ്യത്തിന് ആളെ കിട്ടുമോ? ഞാനാണല്ലോ അവൻ എവിടം വരെ എത്തിച്ചത്. ലോണും ഞാൻ തന്നെ സംഘടിപ്പിച്ചു കൊടുത്തോളാം. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശൻ നായരെ. എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല. കറക്റ്റ്. തീർച്ചയായും ഇന്ന് നമുക്കൊരു സുദിനമാണ് നാട്ടുകാരെ. ഇക്കാലം അത്രയും കാരക്കൂട്ടിൽ ദാസൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. നിവർത്തിപ്പിടിച്ച കത്തിയോടെയല്ലാതെ നാം ആരും ദാസൻ ഇന്നുവരെ കണ്ടിട്ടില്ല. കാടിളക്കി നടന്നൊരു മതയാനയായിരുന്നു ദാസൻ. ആ മതയാനയെ നമ്മുടെ പ്രിയങ്കരനായ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന പാപ്പാൻ തളച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ അഭിമാനമുണ്ട്. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ശുദ്ധ തെമ്മാടി, കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്. ശ്രീമാൻ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായരുടെ നാമധേയം ഇനിയെങ്കിലും ഗിന്നസ് ബുക്കിൽ വരേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ചട്ടമ്പിദാസന്റെ ഈ പെട്ടിക്കടയുമായി സഹകരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് നാട്ടുകാരെ. നാടമുറിച്ച് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ രമേശൻ നായരെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. തീയൽ ഒഴുകി. എന്താ ഇതിന്റെ പേര് പറഞ്ഞത്? തീയൽ. തീയൽ. തീയിൽ. നല്ല പേര്. ദാസൻ ഊണെങ്ങനെ സാധാരണ? അങ്ങനെ ഊണായിട്ടൊന്നുമില്ല. വല്ല കാക്കയോ പൂച്ചയോ അടിച്ചു കൊന്ന് ചുട്ട് തിന്നും. പൂച്ച തിന്നു? പൂച്ചിറച്ചി നല്ല ടേസ്റ്റാ. പിന്നെ ഈ ഉടുമ്പുണ്ടല്ലോ, അതിന്റെ ചോര കുടിക്കും. അടി കൊണ്ടാ പരിക്കേൽക്കാതിരിക്കാൻ ഉടുമ്പൻ ചോര ബെസ്റ്റാ. സാധാരണ ഉടുമ്പല്ല, പൊന്നുടുമ്പ്. ചോരയും കുടിച്ച് അതിന്റെ നാക്കും പിഴുതെടുത്ത് വിഴുങ്ങിയിട്ട് 2 പേൽ സോടണം. എന്തിനാ? എന്നാലേ ദഹിക്കൂ. ഒരു പ്രത്യേക ജീവിതല്ലേ. അമ്മ എന്ത് പറഞ്ഞാലും ശരി, ഞാനിത് സതീശേട്ടനെ അറിയിക്കും. ഒരു വീടായ ഒരു വ്യവസ്ഥ വേണം. ഒന്ന് പതുക്കെ പറ. അമ്മയ്ക്കൊരു മോളില്ലാഞ്ഞത് ഭാഗ്യം. അല്ലെങ്കിൽ അവളെ ഇപ്പൊ രമേശൻ ആ നാറിക്ക് കെട്ടിച്ചു കൊടുത്തേനെ. ഇന്നോടല്ലേ പറഞ്ഞുണ്ടായിരിക്കും. വെള്ളം വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുപോവാ. നീ അങ്ങോട്ട് വരണ്ട. അവിടെ നിക്കമ്മേ. ഒരാള് വീട്ടിൽ വന്നിട്ട് ഒന്നും സംസാരിക്കാതെ പോകുന്നെന്താ? എന്നെ കൊണ്ടൊന്നും സംസാരിപ്പിക്കണ്ട. അമ്മയ്ക്ക് എന്നത്തെ പേടിയാ.
എനിക്ക് ആരെയും പേടിയും കിടിയൊന്നും ഇല്ല. തനിക്ക് വീടും കുടിയൊന്നും ഇല്ലടോ? വീടില്ല, കുടിയുണ്ടായിരുന്നു. കേട്ടോ അമ്മേ, ദാസൻ മെരുങ്ങുന്ന ആളുകൾക്കൊക്കെ വലിയ സംശയമായിരുന്നു. പക്ഷെ മെരുങ്ങി. ഈ കാണുന്ന ദാസൻ പുതിയൊരു ദാസനാ. എന്റെ ഉപദേശം ഫലിച്ചു. ദാസന് സ്വന്തക്കാരാരുമില്ലമ്മേ. ഇനി മുതല് അമ്മയാണ് ദാസന്റെ അമ്മ. എനിക്ക് ഇപ്പൊ ഉള്ള 2 മക്കളും മതി. പോരെങ്കിൽ മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെ സങ്കുചിതമായിട്ട് ചിന്തിക്കാൻ പാടില്ലമ്മേ. ഈ ലോകത്തുള്ള എല്ലാവരും അമ്മയുടെ മക്കളാണെന്ന് കരുതണം. നീ കേറി കേറി എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയോ? അമ്മേ, അയ്യേ, എന്തൊരുപാട്. രമേശ, ഇനി ഇതെങ്ങനെ എന്നെ വിളിച്ച എന്റെ മട്ടുമാറി ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെട്ട് വീഴില്ല. എട്ട് ഞാൻ വീഴ്ച എന്താണോ വല്ല പരാതിയും പറയാനുണ്ടോ? പരാതിയൊന്നുമില്ല, പിന്നെ കളി കാണാൻ വന്നതാ. പോലീസ് സ്റ്റേഷനിലാണോടാ കളി കാണുന്നത്? നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കളിക്കാമെങ്കിൽ എനിക്ക് കളി കണ്ടാലെന്താ? ആ, ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് കളിക്കുക. എനിക്ക് വേറെ പണിയൊന്നുമില്ല. ദയവരുന്നു വേറൊരു കുരിശ്. ഉറങ്ങുമ്പോൾ ശല്യപ്പെടുത്തന്നെ പറഞ്ഞിട്ടുണ്ടോ? മറ്റോ വരുന്നു സാർ. ആരെ? രമേശൻ നായര്. ഇങ്ങോട്ടോ? അതെ, ഇരുമ്പൻ ജോർജാണ്. അത് ഞാൻ ഏറ്റു. അവന്റെ മൂക്ക് ഇടിച്ച് പരത്തി ചതച്ച് മാവാക്കി ഞാൻ ദോശ ചൂടും. ഈ ഇരുമ്പനവന് ശരിക്കും അറിയില്ല. ഒറ്റയടിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ഹൈദ്രോസിന് നിലംപരിശാക്കിയവനാ ഞാൻ. അതുകൊണ്ടാ ഡിവൈസിനോട് പറഞ്ഞേക്ക് ഇരുമ്പനോട് കളിക്കണ്ടെന്ന്. അവനെ കാച്ചി കഷായം കുടിച്ചു കളയും ഞാൻ. കാരക്കുട്ടിൽ ദാസൻ എന്ന ചട്ടമ്പി ഇന്നലെ രാത്രി വീട്ടിൽ കയറി ആക്രമിക്കാൻ വന്നു. പരാതിയാണ്. സാർ നടപടി എടുക്കണം. നിങ്ങൾക്ക് പരാതി തരാം, പക്ഷേ നടപടി എടുക്കണമെന്ന് ആജ്ഞാപിക്കാൻ നിങ്ങൾ വല്ല പാർട്ടി നേതാവ് മറ്റാണോ? താനാണോ ഈ രമേശൻ നായർ? അതെ, സാർ എന്നെ ഒരിക്കൽ അന്വേഷിച്ചു എന്നറിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല? നേരം കിട്ടിയില്ല. അതുകൊണ്ടല്ല, താൻ അഹങ്കാരിയാ. എടോ, ഇവിടുത്തെ പോലീസുകാരെ ജോലിയില്ലാതെ വരുമാനമില്ലാതെ കിടന്ന് നട്ടം തിരിയാ. താൻ അതിന്റെ കാരണക്കാരൻ. തന്റെ കേസിൽ നടപടി എടുക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. അങ്ങനെ പറയരുത് സാർ. ഞാൻ അങ്ങനെയേ പറയൂ. എങ്കിൽ ഞാൻ ഇക്കാര്യം സർക്കിൾ ഇൻസ്പെക്ടറോടോ DSPയോടോ ചെന്ന് പറഞ്ഞോട്ടെ. താൻ ഈ ഇരുമ്പനെ ഭീഷണിപ്പെടുത്ത ഇത് അവന്മാരോട് പറഞ്ഞാൽ എനിക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും. അതാ എനിക്കും വേണ്ടത്. മടുത്തുടോ, ഇവിടെയുള്ള ജീവിതമേ എനിക്ക് മടുത്തു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എങ്കിൽ ഞാൻ പോട്ടെ സാർ. താൻ പൂവേ തൂങ്ങിച്ചാവേ എന്തെങ്കിലും ചെയ്തോ. ഓ, രമേശ് സാറേ, ഒന്ന് നിൽക്കൂ. വാദം കുറുന്തോട്ടിയം പിടികൂടി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്താ കഥ? ഞങ്ങൾ രാത്രി തന്നെ വീട്ടിലേക്ക് കുറിച്ചതാ. അപ്പോഴാണ് അറിഞ്ഞത് അവൻ സ്ഥലം വിട്ടത്. എങ്കിലും ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. കാരക്കുട്ടിൽ ദാസൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. അയ്യോ, നല്ല തീരുമാനം. പക്ഷെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ചെറിയ തിരുത്തുണ്ട്. കൊന്നവനകത്തു പോകും. അതുകൊണ്ട് കയ്യും കാലും തല്ലി ചതച്ചിട്ടാ മതി. പ്രസിഡന്റെ, ഒരു തെറ്റ് തിരുത്താൻ മറ്റൊരു തെറ്റ് ചെയ്യല്ല വേണ്ടത്. ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ആള് കാര്യമായതിനു ശേഷം പോലീസ് വന്ന് കേസെടുക്കുമായിരിക്കും. എന്താ കാര്യം? മതയാനയ്ക്ക് മയക്കുവെടി, അതാ വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇക്കാര്യത്തിൽ രമേശ് ചേട്ടൻ ഞങ്ങളെ ഉപദേശിക്കരുത്. ഞാനടക്കമുള്ള ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ തെമ്മാടി നിലംപൊരി ചാക്കും. സഹദേവ, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ മറുകോപം. വിട്ടേക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. അത് തന്നെ, ഞങ്ങളുടെ ചോര തിളക്കിയാണ്. അവനെ കൈ കിട്ടിയാലുണ്ടല്ലോ. ഏതവനാടാ എന്നെ തല്ലേണ്ടത്? കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വാടാ. രമേശ, ഓടിക്കോ. ദാസ, എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാന്നുണ്ട്. തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണിന്ന്. കുഴപ്പമില്ല, കുത്തുകയെ കൊല്ലുകയെ എന്ത് വേണം ചെയ്തോളൂ. പക്ഷേ ഞാൻ എന്ത് കുറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇറച്ചിക്ക് വേണ്ടിയാണോ തോലിന് വേണ്ടിയാണോ കൊല്ലുന്നത് എന്ന് അറവുകാരൻ അവന്റെ ആടുകളോട് ഒരിക്കലും പറയാറില്ല. പറയേണ്ട കാര്യമില്ല. ഞാൻ ആടല്ല ദാസ. ദാസ, വേണ്ട വേണ്ട ദാസ.
നിർത്ത് ഇറക്ക് ദാസാ കാറ്റ് പോയാ ഒരു ജീപ്പ് വിളിക്കാതെ ഒന്ന് പിടിക്കേ. എന്താ എന്താ ഇവിടെ ഒന്ന് വേഗം നോക്കണം, കാറ്റ് പോകാറായ കേസാ. അടിപിടിയോ അതോ കത്തിക്കുത്തോ? അടിപിടിയാ, പൊരിഞ്ഞടി. എങ്കിൽ പോലീസിനെ അറിയിക്കണം. അയ്യോ അടിപിടിയൊന്നും അല്ല സിസ്റ്ററെ, ഇത് അടിപിടി എന്ന് പറഞ്ഞൊന്ന് ഉരുണ്ട് വീണ് പോയതാ. അത്രേ ഉള്ളൂ. എല്ലാരും കൂടെ തിരക്കുണ്ടാക്കാതെ ഒന്ന് മാറി ആ, നിൽക്കണം. ഇങ്ങോട്ട് മാറിക്കോളൂ. ഉം. താൻ എവിടുത്തെ പുണ്ണാക്കുമാടനാടോ? എന്തേ? അടിപിടിയാ, പൊരിഞ്ഞ അടിപിടി. വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലടോ. ആണോ? ആണോ? ഒന്ന് മിണ്ടാതിരിക്കണോ, ഇത് ആശുപത്രിയാ. കുഴപ്പമാവോ പ്രസിഡന്റ്? രമേശ് എന്നാലും ധൈര്യമായിട്ടിരിക്കും. അഥവാ അവൻ ചത്തു പോവുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗംഭീരമായ ഒരു അനുശോചന യോഗം കൂടി കളയാം. എന്നിട്ട് കൊലക്കുറ്റത്തിന് രമേശേട്ട അകത്തായിക്കോട്ടെ എന്ന്. വരാനുള്ളത് വഴി തങ്ങൂല്ല എന്റെ സഹദേവാ. ഇപ്പൊ കൊണ്ടുവന്ന രോഗി മരിച്ചിട്ടൊന്നുമില്ല. ഒന്നും പറയാറായിട്ടില്ല. ഇവന് ബന്ധുക്കളാരും ഇല്ലേ? എന്തിനാ? ഒന്ന് അറിയിക്കണ്ടേ? എടോ, ലോകത്ത് ഏതെങ്കിലും റൗഡിക്ക് ബന്ധുക്കൾ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ റൗഡികൾ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതെന്ന്. ആ, ചിലപ്പോ മുളച്ചും വരും. എന്താ ഇതിനെ കുറിച്ച് സ്വസ്ഥത തരുമോ? ഇതാ ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണം. എങ്ങനെയുണ്ട് സിസ്റ്റർ? കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞു. ഈശ്വര. ಸರ್ 15 ಕಿಲೋಮೀಟರ್ ಆಯ್ತು. ಏನಾದ್ರು ನೀನು ಅಷ್ಟಕ್ಕಾಯ್ತಾ? ನಿಂದು ಲೈಸೆನ್ಸ್ ಎಲ್ಲಿ? RC ಬುಕ್ ಎಲ್ಲಿ? ಟೋಕನ್ ಎಲ್ಲಿ? ತರ್ಸೋ. ಸರ್ ಏನ್ ಮಾಡ್ಬೇಡ. ಏನ್ ಮೀಟರ್ ಇದು? ಆ ಗಾಡಿ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ಸೀದಾ ಬಿಟ್ಬಿಟ್ಟು. ನನ್ನ ಸರ್ ಒಟ್ಟಪಾಡಿಗೆ ದಯವಿಟ್ಟು ಏನ್ ಮಾಡಬೇಡ ಸರ್. ನಿನ್ ಪಾಕೆಟ್ ಎಷ್ಟಿದು? ಏನ್ లేదు. ಹಾ ಸದ್ಯಗೆ ಹೋಗು. ಏನ್ ಮಾಡ್ತಾ ನೀವು ಇಲ್ಲಿ ಮಾತಾಡ್ತಾ ಯಾರೇನು ಇಲ್ಲ ಅಂತ ತಿಳ್ಕೊಂತೀಯಾ? ഓ മാരക കേസ് കിട്ടാണല്ലോ. എന്താ മാരകോ? ഹലോ 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 അല്ല പൈലോ, എക്സി പൈലോ. താൻ എവിടുന്നാ? ഞാൻ കുറെ ദൂരെന്നാ. അവിടെ പോലീസ് ഇല്ലേ, ലോ ആൻഡ് ഓർഡർ ഇല്ലേ, ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഇല്ലേ, ട്രാഫിക് റൂൾസ് ഇല്ലേ, അബ്കാരി ആക്ട് ഇല്ലേ? ഇപ്പൊ എന്തോ വേണം സാറേ? നിയമം നടപ്പിലാക്കണം. ഓ ഒരു 25 രൂപയ്ക്ക് നടപ്പിലാവോ? അതങ്ങ് കേരളത്തിലെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി. ഇതുകൊണ്ടങ്ങ് നടപ്പിലാക്ക് സാറേ. ഇതെന്താ സാധനം? ജോണി വാക്കർ. തന്റെ പേരല്ലേ ചോദിച്ച? കള്ളിന്റെ പേര് തന്നെ പറഞ്ഞ ജോണി വാക്കർ. എന്താ ജോണി വാക്കർ? പോ. ഞാൻ പോണോ സാറേ? അല്ലേ വേണ്ടി ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോട്ടെ. The material and the force which nature gives freely for man's aid, in land and water, in air and light and heat. It includes all natural resources inside the soil and on the surface in fact. Everything which is not made by man and which can be collectively termed as free gifts of nature. In this widest sense, land includes all kinds of natural resources such as coal and metal ores and farm, fishing grounds. ഒരുമാതിരി കോപ്പിടപാട് കാണിക്കില്ല കേട്ടോ. സാർ എക്സ്ക്യൂസ് മീ. പടാ പോ. ക്ലാസ് നടക്കാണ്. എന്നാ ക്ലാസ്? അല്ല അച്ഛൻ ഇത് എന്നാ വായിച്ചാ? അവിടെ കിളച്ചത് പാതി വേച്ചത് പാതി, കന്നുകാലിക്കാണെ കുളമ്പ് തീനം. സൊസൈറ്റിക്കാരൻ കാശ് തന്നിട്ടില്ല. കറവക്കാരൻ ലൂക്കായ ചെന്ന് വിളിച്ചപ്പോ അത് വേറെ കുറിച്ച്. എന്താ എന്താ ഇത്? ചന്ത ഇവിടെ ക്ലാസ് എടുക്കണ്ടേ? എന്താ ഇത്? ഇയാളേതാ? സാറൊന്ന് പഠിപ്പിച്ചേട്ടാ, ഞങ്ങൾക്ക് ഇച്ചിരി പറയാനുണ്ട്. അല്ല അറിയാമല്ല ഞാൻ ചോദിക്കുക. കതിരെ കൊണ്ട് വളം വെക്കാന്ന് പറഞ്ഞ മാതിരി ഈ വയസ്സാങ്കാലത്ത് പഠിക്കാൻ വന്നത് എന്നാ അസുഖത്തിന്റെയാ? എടാ അതിപ്പോ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. മനസ്സിലാത്തോണ്ടാ ചോദിച്ചത്. എടോ നോക്കാനെ വലിയ വകുപ്പടിക്കാതെ വിട്ടോ. പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ. ഞാനങ്ങ് വന്നേക്കാം. എന്റെ തലവിധി. പിന്നെ കാശ് വല്ല ആവശ്യമുണ്ടോ? എത്തിക്കണോ? വേണ്ട വേണ്ട. കള്ളിച്ചിരി കൂടുതലല്ലേ? അതിന്റെ മുഖത്ത് കാണാനുണ്ട്. വല്ലോ ഇച്ചിരി ആഹാരം കൂടെ കഴിക്കണം. എന്നാ ഞാനങ്ങോട്ട്. ചേട്ടനെന്ന് പതിവിലും നേരത്തെ പോയല്ലേ? ഞാൻ കാലത്തെ വന്നതാ. ചേട്ടൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് വന്ന് കണ്ട് കാൽക്കൽ വീണ് മാപ്പ് പറയാനാ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്.
പക്ഷെ ഞാനൊരു 5 മിനിറ്റ് വൈകിപ്പോയി. അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പല പുലിവാലുകളിലും ചെന്ന് ചാടിച്ചിട്ടുമുണ്ട്. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഇറങ്ങടാ പട്ടി പുറത്ത് എന്ന അച്ഛൻ. ഹരി എന്റെ മോനെ പോലെയാണ്. അവന് വേണ്ടാത്ത നിന്നെ എനിക്കും വേണ്ട എന്ന് അമ്മ. എന്നെ വീട്ടിൽ കയറ്റുന്നില്ല ചേട്ടാ. ചേട്ടനും കൂടെ കൈയൊഴിഞ്ഞാൽ ഒരു മുഴം കയറിൽ ഞാൻ ഈ ജന്മം അവസാനിപ്പിക്കൂ. ഇനി ഒരു അബദ്ധവും ഞാൻ ഒപ്പിക്കില്ല. ചേട്ടൻ എന്ത് പറയുന്നു അതാണ് ശരി. എന്നേക്കാൾ എത്രയോ അനുഭവജ്ഞാനമുള്ളയാളാണ് ചേട്ടൻ. പിന്നെ ചേട്ടൻ വരുന്നതും കാത്ത് കുറെ നേരം എനിക്ക് അവിടെ ആ ഹൗസ് ഓണറുടെ വീട്ടിൽ ഇരിക്കേണ്ടി വന്നല്ലോ. അവരെന്നോട് ചേട്ടനെ പറ്റി ഒരുപാട് ചോദിച്ചു. അല്ല, ചേട്ടൻ എങ്ങനെയുള്ള ആളാണ്, പുറമേ കാണുന്നത് പോലെ ശരിക്കും മാന്യം തന്നെയാണോ എന്നൊക്കെ. പ്രായപൂർത്തിയായ 2-3 പെൺകുട്ടികളുടെ വീടല്ലേ, അതുകൊണ്ട് മറ്റേ കാര്യം ഞാൻ പറഞ്ഞില്ല. മറ്റേ കാര്യം? ഏത് മറ്റേ കാര്യം? അത് മറ്റേ നമ്മുടെ നെന്മാറ പോലീസ് സ്റ്റേഷൻ, മറ്റേ പെണ്ണ് കേസേ, ലോക്കപ്പ് 3 ദിവസം. അത് ഞാൻ പറഞ്ഞില്ല. അല്ല, അവരത് അറിയാൻ വേണ്ട. നീ ആ പുറത്തുള്ള മുറി ഉപയോഗിച്ചാൽ മതി. ഇവിടെ എന്റെ കുറെ സാധനങ്ങളുണ്ട്. ഓ, എനിക്ക് ഈ വരാന്തയായാലും മതി. ഹലോ, ആ അതെ, തൊട്ടടുത്ത വീട് തന്നെയാണ്. ഉണ്ടോ നോക്കട്ടെ. കോൺട്രാക്ടർക്ക് ഫോൺ. എനിക്കോ? ആ. ആരാ? പേരൊന്നും പറഞ്ഞില്ല, ഒരു സ്ത്രീയാ. ഞാൻ ഈ നമ്പർ ആർക്കും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. ഹലോ, അതെ, ഹരീന്ദ്രനാണ്. നല്ല ആളാണ്. നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരാതിരുന്നത്? അത് ഞാൻ ബാലുവിനെ അയച്ചിരുന്നല്ലോ മാഡം. ബാലുവിനോടാണോ ഒഫീഷ്യൽ മാറ്റേഴ്സ് പറയേണ്ടത്? അല്ല, ഞാൻ വിചാരിച്ചു. മാഡം, അതല്ല മാഡം, ഈ പരിസ്ഥിതി സംരക്ഷകരുടെ പ്രശ്നം കാരണം മണൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. ഇവിടുത്തെ പേപ്പേഴ്സ് എല്ലാം ഞാൻ ശരിയാക്കി അയക്കാം. പക്ഷേ മിസ്റ്റർ ഹരീന്ദ്രൻ നേരിട്ട് ട്രിവാൻഡ്രത്ത് പോകാതെ ബില്ല് മാറിക്കിട്ടുമെന്ന് വിചാരിക്കണ്ട. അതോ കാശിന് അത്ര വലിയ അത്യാവശ്യമൊന്നും ഇല്ലേ? അയ്യോ, ഇപ്പൊ തന്നെ ഞാൻ ടൈറ്റാണ്. പിന്നെ വീടിനടുത്ത് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടായിട്ട് എന്താ എനിക്ക് തരാതിരുന്നത്? അത് ഇവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. गोपिके, ये आदमी कब आया? क्या हुआ? उनका फोन आया था. बाहर से एक आदमी अंदर आ गई. क्यों नहीं बताया तूने मुझे? मुझे कैसे मालूम तू ऐसे आएगा? तमाशा समझते है क्या? धूस. നീ എന്തിനാ അവിടുത്തെ നമ്പർ അയച്ചു കൊടുത്തത്? ഓ, അവരായിരുന്നോ? എനിക്ക് തോന്നി. ഇനി ഒരാൾക്കോ നമ്പർ കൊടുക്കണ്ട. ഒന്നാമത് അവർ വീടിനകത്താ ഫോൺ. അത് അവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്. ഞാൻ അങ്ങോട്ട് കയറി കൊടുത്തോന്നല്ല, മാഡം വിടണ്ടേ. നമ്പർ കൊടുത്തപ്പോ ഒരു 100,000 ചോദ്യം വേറെ. അതാരുടെ വീടാ, ഹൗസ് ഓണർക്ക് മക്കൾ എത്ര, അതിലാണെത്ര പെണ്ണെത്ര, പെൺകുട്ടികളുടെ പ്രായം എത്ര, ഇങ്ങനെയൊക്കെ ചോദിക്കേ. എന്താ ചെയ്യ? സാധാരണ എഞ്ചിനീയർമാരുടെ കാല് പിടിക്കേണ്ടിവർക്ക് കോൺട്രാക്ടർമാർക്കാ. ഇവിടെ നേരെ തിരിച്ചാ. അല്ല, അവരിപ്പോ എന്തിനാ വിളിച്ചത്? ബില്ല് മാറണമെങ്കിൽ ഞാൻ തന്നെ തിരുവനന്തപുരത്ത് ചെല്ലണമെന്ന്. ഓ, ഇവിടെ ഈ മെറ്റലിന്റെയും മണലിന്റെയും പ്രശ്നം തീരാണ്ട് ഞാൻ അങ്ങനെ പോകുന്നത്. ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ, ഞാനില്ല ഇവിടെ. അതാണ് എന്റെ മെയിൻ പേടി. ഓ, നിനക്കേ ഈ ഹിന്ദി ഭാഷ വല്ല പിടിയുണ്ടോ? പിന്നെന്താ, തുമാരാ നാം ക്യാ ഹേ, മേരാ നാം ബാലു ഹേ. ഇങ്ങനെ ഒരു അടിയന്തര ഘട്ടം വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ഹിന്ദിയൊക്കെ എനിക്കറിയാം. പിടിച്ചു നിൽക്കാൻ ഹിന്ദി എന്താ പലയിടത്തും കെട്ടിത്തു കിട്ടിക്കണം. സച്ചി, സച്ചി, ഹരി, നീയോ? എന്താ നീ കാണിച്ചത്? കാണിച്ചത് ഇടിയാ. എന്തിനാ നീ എന്നെ അടിച്ചതെന്ന്? അല്ല, നീയാണെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ ശബ്ദം നീ തിരിച്ചെടുത്തില്ലേ? ശബ്ദം തിരിച്ചറിയാൻ നീ യേശുവാസം ഒന്നല്ലല്ലോ. നേരായ കാര്യത്തിന് എന്നെ കാണാൻ വരുന്നവർ റിസപ്ഷനിൽ നിന്ന് ഫോൺ ചെയ്യും. അത് ഉണ്ടാവാത്തതുകൊണ്ട് ഏതോ ശത്രുവാണെന്ന് ഞാൻ കരുതി. ഏത് ശത്രു? എനിക്കിവിടെ നിറച്ച് ശത്രുക്കളാണ്. എല്ലാ ക്രിമിനൽസും എന്റെ ശത്രുക്കളാണ്. ഞാൻ സസ്പെൻഷനിലാണ് ഹരി. അതറിഞ്ഞോ? പക്ഷെ ഇങ്ങനത്തെ ശരീരം വെച്ചോണ്ട് നിന്റെ ഇടിക്കെന്തൊരു ശക്തിയാണടാ. ട്രെയിനിങ്, പോലീസ് ട്രെയിനിങ്. പണ്ട് കോളേജ് പഠിക്കുമ്പോ നമ്മൾ വോളിബോൾ കളിക്കാറില്ലേ? അപ്പോഴൊക്കെ നീ പറയാറുണ്ട് എന്റെ സ്മാഷിന് തീരെ പവറില്ലെന്ന്. വർഷങ്ങൾക്ക് ശേഷം എന്റെ സ്മാഷിന്റെ പവർ നീ തിരിച്ചറിഞ്ഞു. ചരിത്രത്തിന്റെ തിരിച്ചടിയാണിത്. എന്തായാലും നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. എങ്ങനെ നീ ഇവിടെ എത്തി? അത് ഒക്കെ വിശദമായിട്ട് പറയാം.
ഇങ്ങനെ ശരീരം ഇളകുമ്പോ മനസ്സ് ശാന്തമാകും, ബുദ്ധി ഉണരും. മൊത്തം കാര്യങ്ങൾ ബ്രെയിനിലെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തു. നോ എന്നാണ് ഉത്തരം. ഒരു ബന്ധമില്ലാത്തവരുടെ കാര്യത്തിൽ നീയും ഇൻവോൾവ് ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ പറയരുത് സച്ചി. അവരുടെ മുത്തച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരു ആന്തുണയുണ്ടെന്നെങ്കിലും സമാധാനിക്കായിരുന്നു. അതും പോയില്ലേ. അക്ഷരാർത്ഥത്തിൽ ആ കുട്ടികൾ 3 പേരും അനാഥരാണ്. എന്നെ തന്നെയാണ് ഞാൻ അവരിലൂടെ കാണുന്നത്. പൂനെയിൽ ജോലി കിട്ടി പുറപ്പെടാൻ നിൽക്കുമ്പോഴാണല്ലോ അച്ഛൻ മരിച്ചത്. ഗോപുൻ അന്ന് 12 വയസ്സ്, മല്ലികയ്ക്ക് 10. എന്റെ മാത്രം സേഫ്റ്റി നോക്കി പോകാൻ മനസ്സനുവദിച്ചില്ല. ജോലി കളഞ്ഞു. ബിസിനസ്സും കൃഷിപ്പണിയും കോൺട്രാക്റ്റും. ഞാൻ തളരാതെ നിന്നുകൊണ്ട് വിഷമങ്ങൾ ആരും അറിഞ്ഞില്ല. എന്റെ സ്ഥാനത്തായി പാപ്പൻകുട്ടി. ഇനി രക്ഷയില്ല. നീ അവർക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആയിപ്പോയി. ഓക്കെ, നമുക്ക് ശ്രമിച്ചു നോക്കാം. എങ്ങനെ, എപ്പോൾ എന്നൊക്കെ ഉള്ളത് ഞാൻ ഒന്നുകൂടെ ഓടിയിട്ട് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് നോക്കട്ടെ. അല്ല, നീ സസ്പെൻഷനിലായിരിക്കുമ്പോ ഒരു ചുക്കുമില്ല. യൂണിഫോം ഇല്ലെങ്കിലും തൊപ്പിയില്ലെങ്കിലും പോലീസുകാരൻ പോലീസുകാരനാ. ഇതെന്തിനാ ഇപ്പൊ അലാറം അടിക്കുന്നു? അതാ ഞാനും നോക്കുന്നത്. കാലത്ത് 4 മണിക്കാണല്ലോ ഞാൻ അലാറം വെച്ചത്. ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ മാത്രം ശ്രദ്ധ വേണം. വേട കൃത്യസമയം നോക്കി അലാറം വെക്കല. ഇപ്പൊ ഓക്കെ. എന്നെ എന്തിനാ നോക്കുന്നത്? ചേട്ടൻ ഇപ്പൊ എന്നെ ഉപദേശിച്ചില്ലേ, ഇനി ഞാൻ ചേട്ടനെ ഉപദേശിക്കാം. കാശ് കൊടുത്തൊരു സാധനം വാങ്ങുമ്പോ ആ സാധനം ഉപയോഗയുക്തമാണോ എന്ന് പരിശോധിച്ച് വാങ്ങണം. ഭാഗ്യത്തിന് ടൈം പീസ് വാങ്ങിയ ഞാനല്ല. ഓ, കാലത്ത് എഴുന്നേക്കാൻ ഞാൻ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഇന്ന് രാത്രി ഉറങ്ങണ്ട. കാലത്ത് 4 മണിക്ക് കുളിച്ച് നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ. വണ്ടിയിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങാലോ. അത് വേണ്ട, നീ ഇന്ന് ഉറങ്ങണ്ട. 4 മണിക്ക് എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് നിനക്ക് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. അത്രയ്ക്ക് സുഖം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യും, ചേട്ടൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വിട്ടോ. പ്ലാറ്റ്ഫോമിൽ നല്ല ഫസ്റ്റ് ക്ലാസ് ബെഞ്ചുകൾ കാണും, അതിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങ്. 4:30 വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉണരാലോ. നേരെ വണ്ടി ചാടി കയറി പോവുകയും ചെയ്യാം. ആരാ നോക്ക്. എടാ, വാതിൽ തുറന്ന് ആരാന്ന് നോക്കാൻ. ഞാൻ ഷട്ടപ്പ്, ചേട്ടൻ ഓപ്പൺ. ചൈത്ര നിലാവിന്റെ പൊൻപീലിയാൽ മഴവില്ലിൻ നിറമേഴും ചാലിച്ച് ചാലിച്ച് ആത്മാനുരാഗത്തിരശീല. ഒരു കവിതയാണ് ചേട്ടാ, ഒരു വീക്കിലി കിട്ടിയതാ. അപ്പൊ ഒരു രസത്തിന്. കവിത വായിക്കുന്നത് ഇങ്ങനെയാണോ? അതിനൊരു താളവും ഒരു ഈണവും ഒക്കെ വേണ്ടേ? നിനക്കറിയോ, കോളേജ് പഠിക്കുമ്പോ ലൈറ്റ് മ്യൂസിക്കിന് ഞാനായിരുന്നു എന്നും ഫസ്റ്റ്. സത്യം? എന്നിട്ട് ചേട്ടൻ ഇപ്പൊ ഒരു മൂളിപ്പാട്ട് പോലും പാടാറില്ലല്ലോ. ജീവിക്കാനുള്ള ഓട്ടോ അല്ലേ, അതിനിടയിൽ എവിടെ പാട്ട്? പറഞ്ഞാ ചേട്ടന് വിഷമം തോന്നരുത്. ഞാൻ വിചാരിച്ചത് ചേട്ടൻ വെറും ഒരു അരസികനാണെന്നാണ്. ഈ സിമന്റും കമ്പിയും ബില്ലുകളും അതൊക്കെ നിവൃത്തികേടുകളുണ്ടല്ലേ മോനെ. എനിക്കുണ്ട് എല്ലാവർക്കും ഉള്ളത് പോലൊരു മനസ്സ്. അതെ, 10 ചട്ടി വേഗം താഴേക്ക് എത്തിക്കും കേട്ടോ. നമസ്കാരം. കോൺട്രാക്ടറല്ലേ ബാലു? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചേട്ടാ ചേട്ടാ, ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. കോൺട്രാക്ടർ എന്താ വിളിച്ചിരിക്കുകയാണോ? ഏയ്, ഞാൻ ഈ പലവയ്ക്ക് എന്തോ കേട്ടണമെന്ന് കേട്ടപ്പോ എന്താണ് നോക്കായിരുന്നു. എന്താ വിശേഷിച്ച്? ഞങ്ങളുടെ ജില്ലാ കൺവെൻഷൻ. ഓ, സംഭാവന. 100 രൂപയോ? ഞങ്ങളൊരു കോൺട്രാക്ടറിൽ നിന്ന് മിനിമം പ്രതീക്ഷിക്കുന്നത് 1000 രൂപയാണ്. അയ്യോ, കോൺട്രാക്ടറിന് പേര് മാത്രമേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളാണ്. ദിവസവും കൂലി കൊടുക്കാൻ തന്നെ ഭയങ്കര ടൈറ്റാ. പിന്നെ സർക്കാരിൽ നിന്ന് ബില്ല് മാറി കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള പറ്റി ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ രാഷ്ട്രീയത്തിലൊരു വലിയ മാറ്റം നടക്കാൻ പോവാണ്. ഞങ്ങളോട് കേറിയാ പിന്നെ പറയണ്ടല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ പിന്നെ അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് മോളെയൊക്കെ ആവശ്യം വരില്ലേ? ഈ താങ്ങ് കൊടുക്കാനും വാർപ്പിനൊക്കെ. പിന്നെ അതിന് 10 രൂപ മുള ഞങ്ങൾ കൊണ്ടുപോകും. കൊടി നാട്ടാനാ സമ്മേളന സ്ഥലത്ത്. അയ്യോ, അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, തട്ടടിക്കുന്ന ടൈമായി. എന്നാ സമ്മേളനം? അടുത്ത ഞായറാഴ്ച. അപ്പൊ പിന്നെ പ്രശ്നമില്ല. തട്ടടിക്കേണ്ടത് പിന്നത്തെ ബുധനാഴ്ചയാ. സമ്മേളനം കഴിഞ്ഞ് തിരിച്ചുകൊണ്ടിട്ടാ മതി. അത് ഞങ്ങൾ പറ്റും. എന്നാ വരും, വന്നാട്ടെ.
100,000 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിരിവാര എന്റെ അടുത്തേക്ക് അയക്കരുതെന്ന്. അവരെ കണ്ട് മുങ്ങി എന്നെ നീ അവരുടെ മുമ്പിലേക്ക് തള്ളിവിട്ടു. ചേട്ടൻ മുങ്ങിയതാണെന്ന് ഞാൻ അറിയണ്ടേ? എടാ, അതിനാണ് കോമൺ സെൻസ് വേണമെന്ന് പറയുന്നത്. കോമൺ സെൻസ് ഇല്ലാത്തവന് ഒരിക്കലും ഒരു നല്ല കോൺട്രാക്ട് ആവാൻ പറ്റില്ല. അതുകൊട്ടെ സമ്മേളന സ്ഥലത്ത് കൊടി നാട്ടാൻ മുള നിന്റെ അപ്പൂപ്പിനെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് ഈ ജന്മത്ത് കിട്ടാൻ പോണില്ല. എന്നാ പിന്നെ തരാൻ പറ്റില്ല എന്ന് ചേട്ടന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? എടാ, നയം വേണം. രാഷ്ട്രീയക്കാരെ മുഖത്ത് നോക്കി വെറുപ്പിക്കരുത് എന്നാണ് ഒരു കോൺട്രാക്ടർ ആദ്യം പഠിക്കേണ്ടത്. ഗുരുനാഥന്റെ മകനായി പോയില്ലേ? അല്ലെങ്കിൽ നിന്നെ പോലൊരു മരമണ്ടനെ 1 മണിക്കൂർ നേരെ എന്റെ ഐസ്ക്രീം ഞാൻ നിർത്തുകയില്ല. കോൺട്രാക്ടർ അല്ലേ? അതെ. നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസമുണ്ടോ? മനസ്സിലായില്ല. അല്ല, ടൗണിൽ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നതെന്നും ദിവസേന പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വീട് അന്വേഷിക്കുന്നതെന്നും കേട്ടു. നല്ല ഒന്നാന്തരം വീടുണ്ട്. വാടക ചില നീക്കുപോക്കൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അഡ്വാൻസ് 10,000 റുപ്യ തന്നെ കൊടുക്കണം. പിന്നെ എന്താ, അല്ലറ ചില്ലറ പ്രേതശല്യം ഉണ്ടെന്ന് മാത്രം. ആത്മധൈര്യമുള്ളവർക്ക് എന്ത് പ്രേതം? ധൈര്യത്തിന് കുറവൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആലോചിക്കാം. പങ്കുണ്ണി എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ്? ഞാൻ പുറമക്കാരനല്ലേ, അധ്വാനിച്ച് നല്ല കാശും കാറും ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടാനുള്ള അവകാശം എനിക്കില്ലല്ലോ. പറഞ്ഞു വരുമ്പോ ഇത്തിരി വളഞ്ഞു പോന്നിട്ടാണെങ്കിലും സുഭദ്ര എന്റെ സ്വന്തം പെങ്ങളെ പോലെയായിരുന്നു. ഇത് സുഭദ്രയുടെ വീട്, ഇത് എന്റെ വീട്. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാ ശേഖരേട്ടാ ഞങ്ങള്. അവളുണ്ടായിരുന്നു ഇങ്ങനെ വല്ലതും നടക്കും ഇവിടെ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചങ്ങ് പറ. ഇങ്ങനെ വാലും തുമ്പില്ലാതെ സംസാരിച്ചാൽ അത് ഗണിച്ചെടുക്കാനുള്ള ജ്യോതിഷമൊന്നും എന്റെ ഇല്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീടല്ലേ ഇത്? അതിനെന്താ? കല്യാണം കഴിക്കാത്ത 2 അലവലാദികൾ അവിടെ താമസിച്ച നാട്ടുകാരെന്ത് പറയും? അതെനിക്ക് എങ്ങനെ അറിയാം? അതാ പറഞ്ഞ ശേഖരേട്ടന് ഒന്നും അറിയില്ല എന്ന്. ഈ തീയും വിറകും അടുത്തടുത്ത് വെച്ചാ എന്താ ഉണ്ടാവുക? कत्तुम। अच्छा, मुंबई में हमारे गांव के पास सब लोग आज बाज में रहते हैं ना? उधर लोग ऐसे गलत नहीं समझती? वो मुंबई है बेटी, ये दौड़ी गए है उधर, सुना भी नहीं होगा. മനസ്സിലാവാത്ത ഭാഷ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കണ്ട. അരവിന്ദൻ എന്ത് വിഷമായിരുന്നോ? അവരെന്നോട് പറഞ്ഞ അച്ഛൻ ശേഖരമ്മാമോട് ചെന്ന് പറ, അവരെ ഒരു ദിവസം മുമ്പ് കെട്ടിക്കാൻ. അവര് ഞങ്ങളെ പിടിച്ച് തിന്നൊന്നുമില്ല അമ്മാമ. അരവിന്ദേട്ടനെ പോലെയല്ല, നല്ല അന്തസ്സുള്ളവരാ. ഹലോ ഹലോ ഹലോ, അവിടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത ശബ്ദമാ പങ്കുണ്ണി. ഞാൻ പോയി നെയ്യ് ചോദിച്ചാൽ പെട്ടെന്നൊരു അത്യാവശ്യം നാട്ടിൽ പോയെന്ന് പറഞ്ഞേക്കും. പില്ലേഴ്സിന്റെ വർക്ക് തീർന്നെന്നും അടുത്ത സ്റ്റേജ് നാളെ തന്നെ ആരംഭിക്കുന്നു പറഞ്ഞേക്കണം. എന്നെ കൊണ്ട് ഇങ്ങനെ നുണ പറയിക്കുന്നതിന്റെ ശാപം എനിക്ക് കിട്ടുമോ അതോ ചേട്ടന് കിട്ടുമോ? എനിക്കിനി എന്ത് കിട്ടാൻ? നീയല്ലേ എന്റെ ഏറ്റവും വലിയ ശാപം. പിന്നെ മാഡത്തിനോട് എന്നെ പറ്റിയുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും പറയണ്ട. കൊള്ളാം, എന്നെ കൊന്നാ ഞാൻ പറയോ? നമ്മുടെ മറ്റേ നെന്മാറ പോലീസ് സ്റ്റേഷൻ കേസ് എന്നെ നാവിന്റെ തുമ്പത്ത് എത്ര പ്രാവശ്യം വന്നതാ, ഞാൻ മിണ്ടിയോ? അല്ല, കുറെ നാളായല്ലോ നീ നെന്മാറ കേസും കൊണ്ട് നടക്കുന്നു. ഒരു കൂട്ടുകാരനും അവന്റെ കാമുകിക്കും ഞാൻ അഭയം കൊടുത്തു. 18 വയസ്സ് തികയാത്തതുകൊണ്ട് പെണ്ണിന്റെ തന്ത അവളെ പിടിച്ചുകൊണ്ടുപോയി. കാമുകനെ പിടിച്ച കൂട്ടത്തിൽ ചോദ്യം ചെയ്യാൻ എന്നെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതിലെപ്പുറം ഒന്നും അവിടെ നടന്നിട്ടില്ലല്ലോ. 3 ദിവസം ലോക്കപ്പിന്റെ അഴി എണ്ണിയത് ഒരു ചെറിയ കാര്യമാണോ ചേട്ടാ? സത്യം എന്തായാലും കേസ് പെണ്ണുകേസല്ലേ? പുറത്തിറങ്ങിയാ മരണം വരെ നടക്കടാ. പുറത്തറിയിച്ചാൽ പിന്നെ നിന്റെ മരണത്തിന് വേറെ കാരണമൊന്നും വേണ്ട. ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് യാതൊരു മടിയും. അയ്യോ, എന്റെ മാല കൊണ്ടുപോയേ! അയ്യോ, എന്റെ മാല പൊട്ടിച്ചോണ്ടുപോയേ! നാട്ടുകാരെ! അപ്പൊ പറഞ്ഞോലെ ടൗണിൽ നിന്ന് നേരെ സൈറ്റിലേക്ക് വന്നാൽ മതി. ചേട്ടാ, ചേട്ടൻ ഒരു മനുഷ്യനാണോ? ഒരു പാവ സ്ത്രീയുടെ താലിമാല പൊട്ടിച്ച് ഒരു കള്ളൻ ഓടുന്നത് കണ്ട കാണാത്ത ഭാഗത്ത് പോകണോ? എടാ, അങ്ങനെ 1000 കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കും. ഇതിപ്പോ നമ്മുടെ കൺമുമ്പിലല്ലേ നടന്നത്? ബൈക്ക് ഉണ്ടല്ലോ, ഒന്ന് ശ്രമിച്ചാൽ പിടിക്കാവുന്നല്ലേ ഉള്ളൂ. ആ സ്ത്രീ നിന്റെ അമ്മയും പെങ്ങളൊന്നും അല്ലല്ലോ. അവർക്കാണ് ഇങ്ങനെ ഒരു സ്ഥിതി വരുന്നെങ്കിലോ ആരും സഹായിക്കണ്ടാ. നീ ആളെ കൺഫ്യൂഷൻ ആക്കല്ലേ. ചേട്ടാ, കള്ളന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ച സ്ത്രീക്ക് കൊടുത്താ പുണ്യം കിട്ടും ചേട്ടാ, പുണ്യം.
അടുത്തോ? കള്ളു കുടിക്കാൻ കാശി ഒതിച്ചപ്പോ ഞാൻ കൊടുത്തില്ല. അപ്പോഴാ മാല പൊട്ടിച്ചത്. അതിനിങ്ങനെ തല്ലി ചതക്കിനോടാ കാലമാടാ. അയ്യോ അയ്യോ അയ്യോ. എന്റെ അമ്മ! നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഒരാളെ കാരണമില്ലാതെ തല്ലി ചതച്ചിട്ട് ഓടി രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതിയല്ലേ? സാർ, ഈ സ്ത്രീയുടെ കരച്ചിൽ കേട്ടപ്പോൾ ഇയാൾ ശരിക്കും ഒരു കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചത്. അല്ലെന്ന് 100 വട്ടം പറഞ്ഞാണ് സാർ, എന്നിട്ട് ഇയാൾ കേട്ടില്ല. ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മില് പല പ്രശ്നങ്ങളും കാണും. കറക്റ്റ്. വഴിക്കടെ പോകുന്നവർക്ക് അതിൽ എന്താണ് കാര്യം? പോട്ടെ സാർ, പ്രശ്നമാക്കണ്ട. ഞാൻ വേണമെങ്കിൽ അവരോട് മാപ്പി ചോദിക്കാം. തന്റെ മാപ്പ് കേൾക്കാനാ ഇവരെ കൊണ്ട് ഞാനിവിടെ വന്നത്. സാർ, കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യാം സാർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. സാർ, ഇത് നമ്മുടെ സദാനം പിള്ളയുടെ പശുക്കളല്ലേ? അതല്ല, പിള്ളയുടെ വലിയ പശുവിന്റെ നെറ്റിയിൽ വെളുത്തൊരു പൂവുണ്ട്. ഇതിനതില്ല. ഇത് നമ്മുടെ ഔസേപ്പിന്റെ പശുക്കളാ. ആ വലിയ പശുവിന് ഏലിയെന്നും ചെറിയ പശുവിനും മറിയെന്നും ഔസേപ്പ് പേരിട്ടേക്കണത്. അതെ സാർ. നമ്മളിപ്പോ എന്തിനാ ഇവിടെ വന്നേ? ആ തല്ല് കേസിന്റെ കാര്യം അന്വേഷിക്കാൻ. ഓഹോ, ഒരു കോംപ്രമൈസിന് ഇവര് തയ്യാറാണ്. ഹോസ്പിറ്റലിൽ ചെലവും നഷ്ടപരിഹാരമായിട്ട് ഒരു 3000 രൂപ ഇവർക്ക് കൊടുക്കണം. കൊടുക്കാൻ സാർ. കേട്ടല്ലോ? അങ്ങ് മാറിക്കേ. ഇങ്ങോട്ട് പോരെ. നിങ്ങൾക്ക് ഇവിടെ എംപിടി സിമെന്റിന് ആവശ്യമുണ്ടല്ലേ? പിന്നെ പറയസേ സാർ. ക്വാർട്ടേഴ്സിലെ ബാത്റൂമിന്റെ ഫ്ലോർ മുഴുവൻ പോയി കിടക്കുക. അതെ. മോൻ ഇന്നലെ അവിടെ ഒരു പാമ്പിനെ കണ്ടു. അതെ. അതൊന്ന് ശരിയാക്കണം. ഓക്കെ. ഒരു 2 ആക്ക് സിമെന്റ് എടുത്ത് ജീപ്പിലിട. ഓക്കെ സാർ. 2 ആക്ക് മതിയാവോ? മതിയാ സാർ. അന്ന് അവരുടെ കാശ് കൂടെ. നിശ്ചയം തന്നെ ഒരു കല്യാണത്തേക്കാൾ ഗംഭീരം. ഈ നിലയ്ക്ക് പോയാ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ഒരു കല്യാണം നടത്തണമെങ്കിൽ ചിലവ് എവിടെ ചെന്ന് നിൽക്കും? അതേക്കുറിച്ച് ഓർത്ത് നീ തലമുണ്ടാക്കണ്ട. ബുദ്ധിയും വിവേകവും ഇല്ലാത്ത നിനക്ക് കുടുംബത്തിൽ പറഞ്ഞവരാരും മാന്യമായിട്ട് കല്യാണം നടത്തി തരില്ല. ചേട്ടനല്ലേ എന്റെ ഗുരു. യഥാ രാജ തഥാ പ്രജ. വാച ഓടിക്കാൻ നീ പോയി ചോറുളമ്പ്. കുറച്ച് താമസം ഉണ്ട്, അരി വേവുന്നുള്ളൂ. മണി 2 ചേട്ടൻ ഇത്രയും മനുഷ്യപ്പറ്റില്ലാണ്ടാവും ഞാൻ വിചാരിച്ചോ? മനസ്സിലായില്ല. തൊട്ട് മുറ്റത്ത് നല്ല ഒന്നാന്തര സദ്യ. വളരെ കാര്യമായിട്ട് അവരൊന്ന് വിളിച്ചതല്ലേ. പോകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അരി അടുപ്പത്തിട്ട്. എടാ, കല്യാണ നിശ്ചയം എന്നൊക്കെ പറയുന്നത് ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും ഉള്ളതാണ്. നമ്മൾ ഈ 2 വിഭാഗത്തിലും പെടില്ല. ക്ഷണിക്കേണ്ടത് അവരുടെ മര്യാദ, പോവാതിരിക്കേണ്ടത് നമ്മുടെ. പക്ഷെ ഞാനാണെങ്കി പോയനെ. നീയല്ലല്ലോ ഞാൻ. അതെ, ഇത് ഇവിടെ തരാൻ പറഞ്ഞു. എന്താ ഇത്? പായസം. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. എന്നാലും കൊണ്ടുവന്നതല്ലേ, ഇങ്ങോട്ട് തന്നോളൂ. എങ്ങനെയുണ്ട് ചേച്ചിയെ കെട്ടാൻ പോകുന്ന ചേട്ടൻ? കുഴപ്പമൊന്നുമില്ല, എന്നാലും നിറം കുറച്ച് കുറവാ. അത് സാരമില്ല. എവിടെ ജോലി? എയർഫോഴ്സില്. എന്നത്തേക്കാ നിശ്ചയിച്ചത്? 18-ാം തീയതി. ഈ മാസം 18-ാം തീയതിയോ? അപ്പൊ കല്യാണം അടുത്തല്ലോ. പാത്രം വേണ്ടേ? അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. സമയാസമയത്ത് കല്യാണം കഴിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാ. ആ കുട്ടീന്റെ പേരെന്താണ്? ലിജോ. ലിജോ? അതെന്ത് പേരാ? ഇതെന്റെ മോളുടെ കുട്ടിയാ. മോളുടെ പേര് ലിസിന്നും ഭർത്താവിന്റെ പേര് ജോണിന്നോ. അതാ മോന് ലിജോ എന്ന് പേരിട്ടത്. അവന് മറിച്ച് ജോലി നാക്കിക്കൂടേനോ? അങ്ങനെയെങ്കിലും അർത്ഥം ഉണ്ടാവും. മാഷേ, ഇറങ്ങാനായില്ലേ? അതിറങ്ങായി. പ്രഭാൻ മാഷേ, ഇനി കുറച്ചു നേരം ചേർത്തിന് വേണ്ടി നിങ്ങൾ എടുക്കും. അവന്റെ പേര് ജോലി, അല്ല ലിജോ. വയസ്സും കാര്യമൊക്കെ ചോദിച്ചാൽ. വയസ്സ് എത്രയാ? 5. മാഷേ, ചെലവൊന്നുമില്ലേ? എന്തിന്? ഹൗസ് ഓണറുടെ മകൾക്കല്ലേ 10ൽ റാങ്ക്. അവരെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന എനിക്കാ ചെലവ് വേണ്ടേ? പ്രേതവാദം ഉണ്ടെന്ന് പറഞ്ഞ എത്ര പേരാ വീട് ഒഴിഞ്ഞു പോയത്? അപ്പൊ നിങ്ങൾക്ക് ആ വക പേടിയൊന്നുമില്ലേ? കാളിയറോട്ട് തങ്ങൾ മന്ദിരിച്ചിട്ട് ചരട് അരയിലുള്ളിടത്തോളം കാലം ഞാൻ എന്തിനു പേടിക്കണം? 4-ാം ശതകത്തിൽ ഗുപ്ത രാജവംശം ആരംഭിച്ചത് പല കാരണങ്ങൾ കൊണ്ടും ഗുപ്ത ഭരണം ഇന്ത്യ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. 700 ഇന്ത്യ ഭരിച്ചത് ആരെത്താ? ബാപ്പയോ? ബാപ്പ വരുന്നു. അല്ല, സ്കൂൾ തുറക്കണതിന് മുമ്പ് ഇപ്പോഴേ പരീക്ഷക്കാലം പോലെ ആയോ? ഉമ്മ പറഞ്ഞിട്ടാ. എന്തെന്ന്? ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ 10ാം ക്ലാസ്സിൽ റാങ്ക് കിട്ടുള്ളൂ. പഠിക്കുന്ന കാലത്ത് നിങ്ങളൊന്നും എത്രയാണ് റാങ്ക് വാങ്ങിക്കൂട്ടിയെന്ന് അറിയോ? ഓരോ ക്ലാസ്സിലും 2-3 കൊല്ലം തങ്ങി മനസ്സിരുത്തി പഠിച്ചിട്ടാ 5ാം ക്ലാസ് തന്നെ പാസ്സായത്. റാങ്ക് കിട്ടിയ ഗവൺമെന്റിൽ നിന്ന് കാശ് കിട്ടോ ബാപ്പ? മോൾ ആദ്യം 6ാം ക്ലാസ് പാസ്സാകാൻ നോക്ക്. ക്ലാസ് റാങ്ക് ഒക്കെ ആവുമ്പോ പിന്നെ നോക്കട്ടോ. ശമ്പളം കിട്ടിയോ?
വന്ന് കേറുമ്പോഴേ കണക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കാനില്ല അമീന. കുറച്ച് പൈസ തലേന്റെ അടിയിൽ വെച്ച് ഒരു ദിവസമെങ്കിലും കിടന്നു പറഞ്ഞാൽ നീ സമ്മതിക്കൂലേ? ഇന്ന് കൊടുക്കാനുള്ള നാളത്തേക്ക് വെച്ച ഭാരം കൂടില്ലേ ഉള്ളൂ. ഭാരം കൂടാനുള്ള ലിസ്റ്റൊക്കെ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ 30 ദിവസം തൊണ്ടയിലെ വെള്ളം വരിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നീ 30 സെക്കൻഡോട് തീർത്തരൂല്ലേ? എന്നാ പിന്നെ കാശും മടിയിൽ വെച്ച് പച്ചവെള്ളം കുടിച്ച് കിടന്നോ. അങ്ങനെ അങ്ങോട്ട് പണിഞ്ഞാലോ? ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കെ നീ ആ ചായയും ലിസ്റ്റൊക്കെ എടുത്തു വെക്ക്. നമുക്കൊന്ന് അരിച്ചും കുടിച്ചും നോക്കാണ്. ചെല്ലേ ചെല്ലേന്ന് പോയി ചായ ഉണ്ടാക്കി ചെല്ലേ. എന്താ ചേട്ടാ അത്? ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ശരിയാവൂല. ചേട്ടാ ഇത് എന്താ 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 ചേട്ടന് മനസാക്ഷിയില്ലേ? ഒരു ആക്സിഡന്റ് കണ്ട വഴി മാറിപ്പോണോ വേണ്ടത്? അതെ, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. നമ്മുടെ ബന്ധുക്കളൊന്നുമില്ലല്ലോ. മനുഷ്യവർഗത്തിൽപ്പെട്ട ആളാണോ? എങ്കിൽ അയാൾ നമ്മുടെ ബന്ധുവാണ്. ബാലു, ഇക്കാലത്ത് കഴിയുന്നതും പുലിവാലികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി. ശരിയായിരിക്കാം. പക്ഷെ ചേട്ടനാണ് ഇതുപോലെ ആക്സിഡന്റിൽ പെട്ട് കൈയും കാലും ഒടിഞ്ഞ് കുടൽമാലയൊക്കെ പുറത്ത് ചാടി റോഡിൽ കിടക്കുന്നെങ്കിൽ ആരും സഹായത്തിന് വരേണ്ടതാണോ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറയണേ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം ചേട്ടാ. ഇനി മേലാൽ നിന്നെ ഞാൻ എന്റെ ബൈക്കിൽ കയറ്റില്ല. ബ്രാൻ ഇടിച്ചിട്ടാ വണ്ടി നിർത്താതെ പോയി. ജീവനുണ്ടോ തോന്നുന്നു. എന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കണേ? പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ ചോര വാർന്ന് ഇവിടെ കിടന്നാൽ എല്ലാം തീരും. ഒരു വണ്ടി വിളിച്ചേ. നീയേ ബൈക്ക് കൊടുത്ത് നേരെ ആശുപത്രിയിലോട്ട് വന്നാൽ മതി. വണ്ടി വിട്. ജേഴ്സിയാ? അതെ സർ, ജേഴ്സി അതോ നാടനോ? നാടനാന്നാ തോന്നുന്നത്. ഇത് ജേഴ്സി തന്നെയാ. കറക്റ്റാ. 2 നേരം കൂടെ 12 ലിറ്റർ പാല് കിട്ടും. ചുമരുള്ള സ്വാമി, നമ്മൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? ആ ആക്സിഡന്റ് കേസ്. ഓഹോ, കാഷ്വാലിറ്റി എവിടെയാ? ഇതവിടെ. ബോധം വന്നോ? ആർക്കും സർ? തനിക്ക് ബോധം വന്നോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ആക്സിഡന്റ് പറ്റിയവന് അറിയില്ല സർ, ഡോക്ടർമാരൊക്കെ അകത്തുണ്ട്. തന്റെ വണ്ടിയാണ് ഇടിച്ചതല്ലേ? അയ്യോ അല്ല, ചോര ഒലിപ്പിച്ച് വഴി കിടക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ കുറെ പേരൂടെ ചേർന്ന് കൊണ്ടുവന്ന് ആക്കിയെന്നേ ഉള്ളൂ. തന്റെ മുഖത്തെന്താ ഒരു പരിങ്ങല്? എന്ത് പരിങ്ങല്? ഒന്നുമില്ലല്ലോ. അപ്പോ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ സാർ, ഒരുപാട് പണിയുണ്ട്. താനവിടെ നിൽക്കേ, ഞാൻ പറഞ്ഞിട്ട് പോവാം. ഓ, ഒരു സിഗരറ്റ് ഉണ്ടോ എടുക്കാൻ? ഞാൻ മരിക്കില്ല. പിന്നെ ഈ കേസിനെ കുറിച്ച് പേടിക്കുന്നു വേണ്ട. FIR എഴുതുന്നത് ഞാൻ തന്നെ. കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് ആ FIR അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് എന്നെയൊക്കെ വേണ്ടതുപോലെയൊക്കെ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ. അയാൾക്ക് ബോധം വന്നുകൊണ്ട് താനിപ്പോ രക്ഷപ്പെട്ടു. സുമാരമുള്ള സ്വാമി, ഒരു നീല വാനാണ് അത്ര ഇടിച്ചത്. പിന്നെ ആവശ്യം വരുമ്പോ തന്നെ ഞാൻ വിളിപ്പിച്ചോളാം. അഡ്രസ് കൊടുത്തിട്ട് പോയാൽ മതി. ഓ, ചേട്ടൻ നല്ല ആളാ. ഇങ്ങോട്ടാണ് വരുന്നെങ്കിൽ അത് പറയണ്ടേ? ഞാൻ ആദ്യം ജനറൽ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ പറഞ്ഞു KVM-ലാവുമെന്ന്. അവിടെ ചെന്നപ്പോ അവിടെ ഇല്ല. ഏതായാലും കണ്ടല്ലോ, സമാധാനായി. നീ ആ താക്കോലും കിടന്ന് ആക്സിഡന്റും ആൾക്കൂട്ടം കണ്ടപ്പോ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? നമുക്ക് ശരിയാവൂല്ല എന്നും പറഞ്ഞു വണ്ടി തിരിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത ഞാനാ. നിന്നെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞ് നിന്റെ തന്ത കരഞ്ഞ് കാല് പിടിച്ചപ്പോ ആ ഒരു ദുർബല നിമിഷത്തിൽ എന്റെ മനസ്സലിഞ്ഞു പോയി. വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുന്ന് നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ സമ്മതിച്ചില്ല. എന്തായി? കയ്യിലെ കാശും പോയി, കേസിൽ പെട്ടു. എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് അവസാനത്തെ വാക്കാ. ഇനി എന്റെ കൺവെട്ടത്തിൽ നിന്നെ കണ്ട നിന്റെ കണ്ണ് രണ്ട് ഞാൻ തല്ലിപ്പൊട്ടിക്കും. വിവരം കെട്ട കോവർ കഴുത. ലഡ്ക പുസ്തക് പഠിത്താ ഹൈ. ഈ ആൺകുട്ടി പുസ്തകം വായിക്കുന്നു. യഹ് ലഡ്കി പുസ്തക് പഠിത്തി ഹൈ. ഈ പെൺകുട്ടി പുസ്തകം വായി യഹ് ലഡ്കി പുസ്തക്. ഒന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ. ആരാ? എന്താ ഈ നേരത്ത്?
ഒന്ന് പുറത്തേക്ക് വരുന്നേ, ഒരു കാര്യം പറയാനാ. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? ഏയ്, കാര്യം എന്താ വെച്ചാ പറ. അങ്ങനെ അങ്ങ് പോവാ. ഞാൻ വെറുതെ ഒരു തമാശക്ക്. തമാശക്കോ? തന്നെ ഞാൻ പിടിച്ച് ഇപ്പൊ പോലീസിലെത്തിക്കും. സാർ എന്നോട് പൊറുക്കണം, മാപ്പാക്കണം. ഇത്രയും കാലം കച്ചവടം ചെയ്തിട്ട് ഒരു കൊച്ചു വീട് ഉണ്ടാക്കാൻ പോലും സാധിച്ചില്ല. ചായക്കടയുടെ പിറയിലാ കിടപ്പ്. പ്രേതബാധ ഉണ്ടെന്ന് വിചാരിച്ച ആളുകൾ ഒഴിഞ്ഞു പോയാൽ മേനോൻ സാർ ആ വീട് വിൽക്കും. കുറഞ്ഞ വിലയ്ക്ക് അത് വാങ്ങാന്നൊരു ബുദ്ധിമോശം തോന്നിപ്പോയി. ഇനി ആ പരിപ്പ് വേവൂല. വേവാൻ വയ്ക്കേയില്ല. നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ വിവരം ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഭീഷണിയൊന്നും വേണ്ട. വയസ്സിന് മൂത്താളല്ലേ എന്ന് വെച്ച് തൽക്കാലം ഞാൻ വിടുന്നു. പക്ഷെ ഇനി വാല് പൊക്കിയാൽ ഈ ജന്മം പൊക്കും. എന്നാ പോ. ഓ